ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകത്തിലെ ജീവിതം പൂർത്തിയാക്കി ദൈവം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ മനുഷ്യകുലത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, പരിശുദ്ധ കന്യകാമറിയം. സ്വർഗീയ ജീവിതവും നിത്യസൗഭാഗ്യവും ദൈവം മനുഷ്യർക്ക് നൽകുന്നത് ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ മൂല്യമനുസരിച്ചാണ്. അന്ത്യദിനത്തിലെ വിചാരണയ്ക്കും വിധിക്കുമായി എല്ലാവർക്കും ശരീരത്തോടെ തന്നെ പുനരുദ്ധാനം ലഭിക്കും. എന്നാൽ പരിശുദ്ധ കന്യകാമറിയം മരിച്ചു കഴിഞ്ഞ അപ്പോൾ തന്നെ ആത്മാവോടും ശരീരത്തോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇത്രയും വലിയ ഒരു ബഹുമതി ദൈവം മറിയത്തിന് കൊടുക്കുവാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ജന്മപാപമില്ലാതെ ജനിക്കുവാനുള്ള പ്രത്യേക കൃപ ദൈവം നൽകി. അതായത് ജനനം മുതൽ മരണം വരെ പാപത്തിൻ്റെ നിഴൽ പോലും ഏൽക്കാതെ പരമപരിശുദ്ധയായി ജീവിച്ചതുകൊണ്ട് സ്വർഗത്തിലേക്ക് നേരിട്ട് ശരീരത്തോടെ പ്രവേശിക്കാനുള്ള ബഹുമതി മറിയത്തിന് ദൈവം കൊടുക്കുന്നു. എന്നാൽ ജന്മം കൊണ്ട് മാത്രം ആരും സ്വർഗീയ സൗഭാഗ്യം നേടുന്നില്ല. ജീവിതം കൊണ്ട് സമ്പൂർണമായി അത് പൂർത്തീകരിക്കണം. അതാണ് രണ്ടാമത്തെ കാരണം. പരിശുദ്ധ കന്യകാമറിയത്തേക്കാൾ ഏറ്റവും സമ്പൂർണമായി ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ പൂർത്തിയാക്കിയവർ ആരുമില്ല. അത് സാധ്യവുമല്ല. ഒരേ സമയം ദൈവത്തിൻ്റെ കൃപാവരവും മനുഷ്യൻ്റെ പ്രയത്നവും ഒരുപോലെ ആവശ്യമുള്ള ഒരു കാര്യമാണത്. ഒരാൾ ഏറ്റെടുക്കുന്ന ഏറ്റവും കഠിനവും സഹനപൂർണവുമായ നിയോഗം എങ്ങനെ സമ്പൂർണമായി നിറവേറ്റുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ യോഗ്യത അടങ്ങിയിരിക്കുന്നത്. ദൈവനിയോഗവും പദ്ധതിയും പൂർത്തിയാക്കുവാൻ മറിയത്തേക്കാൾ സഹിച്ചവർ മനുഷ്യരിൽ ആരുമില്ല. അതിന് ലഭിക്കുന്ന സ്വാഭാവിക പ്രതിഫലമാണ് സ്വർഗാരോപണം. എന്ന് മാത്രമല്ല, ശരീരത്തോടെ മാതാവിനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയ ദൈവം ചരിത്രം, കാലം, സംസ്കാരം, ദേശാന്തരങ്ങൾ എന്നിവയ്ക്ക് അതീതമായി മനുഷ്യർക്ക് ഓരോ സമയത്തിനും അനുയോജ്യമായ സന്ദേശം നൽകുവാൻ ഭൂമിയിലേക്ക് വീണ്ടും അയക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുകൂടിയാണ് ദൈവം മറിയത്തെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ഉയർത്തിയത്. ലൂർദ്, ഫാത്തിമ തുടങ്ങി സഭ അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായ ആയിരക്കണക്കിന് ഇടങ്ങളിൽ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ വീണ്ടും മാതാവിന് മനുഷ്യമക്കൾക്കിടയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിഞ്ഞത് ശരീരത്തോടെ മാതാവിനെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയതുകൊണ്ടാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്നിങ്ങനെയുള്ള മറിയത്തിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് എവിടെയാണ് തൻ്റെ സ്ഥാനം എന്ന് വ്യക്തമായി മറിയത്തിനറിയാം. ഏറ്റവും താഴെയാണ്. മറിയം സ്വയം കണ്ടെത്തിയ ഈ ഏറ്റവും താഴെയുള്ള ഇടത്തിൽ നിന്നും ദൈവം മുകളിലേക്ക് മറിയത്തെ ഉയർത്തുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതാണ് സ്വർഗാരോപണം. അങ്ങനെയും ഒരർത്ഥം അതിനുണ്ട്. മാത്രമല്ല, ദൈവം പറയുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച ഒരാളെ ഒരു ഭാരവും അലട്ടുന്നില്ല. ഒട്ടും ഭാരമില്ലാത്ത ഒരാൾക്ക് മുകളിലേക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ. ഒരാൾക്ക് ഒട്ടും ഭാരമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം. വാസ്തവത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം പുറമേ നിന്നും ലഭിക്കുന്ന ഒന്നല്ല. അത് ഒരാൾ ഉള്ളിൽ സ്വയം അനുഭവിക്കുന്നതാണ്. അടിച്ചമർത്തപ്പെട്ടവർക്ക് യേശു സ്വാതന്ത്ര്യം നൽകിയത് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് നേരിട്ട് പ്രവേശിച്ചുകൊണ്ടാണ്. അത് സമ്പൂർണമായ മാനസാന്തരമാണ്. ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് മറിയം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം കൂടിയാണിത്. മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ദൈവം നമ്മെ ഉടനെ പ്രവേശിപ്പിക്കുകയില്ലെങ്കിലും സ്വർഗസൗഭാഗ്യത്തിന് നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സ്വർഗാരോപതിയായ മാതാവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാതാവിൻ്റെ യോഗ്യതകൾ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ യോഗ്യതയും അത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ യോഗ്യത, ദൈവം മാതാവിനെക്കുറിച്ച് എന്തു പറഞ്ഞു, നമ്മെക്കുറിച്ച് എന്താണ് ദൈവം പറയുന്നത് എന്നതാണ്. മറിയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂത് പറയുന്ന മാലാഖ കൃപ നിറഞ്ഞവൾ എന്നാണ് പറയുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആളുകളിൽ, മനുഷ്യരിൽ ഒന്നാമത്തെ ആൾ എന്ന് യേശുവും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുക, ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ദൈവകൃപയിൽ
ജീവിക്കുന്നയാൾ നീതി പ്രവർത്തിക്കും, കരുണ കാണിക്കും, സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കും. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരങ്ങൾ ആകുന്നത് അങ്ങനെയാണ്. ഭരണകർത്താക്കൾ എല്ലാ ജനതകളെയും ഒരു സമൂഹമായി കണ്ട് അവർ തമ്മിൽ ഭിന്നിക്കുവാൻ ഇടയാകാത്ത രീതിയിൽ ഒരു ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തും. ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് സാങ്കേതികമാണെന്ന് പറയുന്നവരുണ്ട്. വെള്ളക്കാരിൽ നിന്നും കൊള്ളക്കാരിലേക്ക് ആണ് ഇന്ത്യയുടെ അധികാരം കൈമാറിയത് എന്നും വിമർശിക്കുന്നവരുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്ന സംഭവങ്ങൾ ഇന്ന് നിരന്തരം ആവർത്തിക്കുന്നുണ്ട്. കലഹവും കലാപവും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവും കക്ഷി രാഷ്ട്രീയ ഭിന്നതകളും സ്വജനപക്ഷപാതവും ഫാസിസ്റ്റ് നിലപാടുകളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അധികാരവും പണവും സ്വാധീനമുള്ളവർ മാത്രമാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. മറ്റുള്ളവരെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കാനോ നിശബ്ദരാക്കാനോ നിരായുധരാക്കാനോ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാനോ കഴിവുള്ളവർക്കും ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. സ്നേഹത്തിൻ്റെ പ്രമാണഗ്രന്ഥം ജീവിത വീക്ഷണവും പ്രതികരണവുമാക്കുന്ന ക്രൈസ്തവർക്ക് നേരെ അക്രമവും അനീതിയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുമ്പോൾ വീണ്ടും സ്വാതന്ത്ര്യം വിഷയമാവുകയാണ്. എന്നാൽ നിയമ സംവിധാനത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം ക്രിസ്തുവിനെ ആക്ഷേപിക്കുവാനും ക്രൈസ്തവരെ അവഹേളിക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. പലപ്പോഴും മൗനം പാലിക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ പ്രതികരണം ക്രൈസ്തവോചിതമാണ്, ക്ഷമയുടെ മൂർത്തിഭാവമാണ്, സ്നേഹത്തിൻ്റെ പ്രമാണമാണ്. അങ്ങനെയാകുമ്പോൾ പലപ്പോഴും എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് നമുക്ക് അറിയാതെ പോകുന്നു. സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും കൈവിടാതെ ഇത്തരത്തിലുള്ള സ്വാധീന വലയങ്ങളിൽ നിന്നും എങ്ങനെ അകന്നിരിക്കാം എന്ന പുതിയ സ്വാതന്ത്ര്യ ചിന്തയാണ് ഈ സ്വർഗാരോപണ തിരുനാളിലൂടെ മാതാവ് നമുക്ക് നൽകുന്നത്. പടപൊരുതേണ്ടത് എവിടെയാണ്, പ്രതിരോധം തീർക്കേണ്ടത് എവിടെയാണ്, പലായനം ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നത് യഥാർത്ഥമായ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമാണ്. രണ്ടാമത്, നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ എന്താണ് പറയാനുള്ളത് എന്നാണ്. മറിയം തന്നെക്കുറിച്ച് പറയുന്നത് കർത്താവിൻ്റെ ദാസി എന്നാണ്. അവിടുത്തെ വചനങ്ങൾ എന്നിൽ നിറവേറട്ടെ എന്നാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ്. ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് സ്വർഗാരോപണം. ഒന്നിനും നമ്മെ ആകർഷിക്കുവാൻ കഴിയില്ല, നമ്മുടെ മനസ്സ് അങ്ങോട്ട് ചാഞ്ഞു പോവുകയില്ല. നമ്മെക്കുറിച്ച് എന്ത് നമുക്കറിയാം എന്ന് സ്വയം ചോദിക്കുകയും ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യണം. മൂന്നാമത്, ബന്ധുക്കളും കൂടപ്പിറപ്പുകളും നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതാണ്. നമ്മുടെ കൂടെ നടക്കുന്നവർ, നമ്മുടെ സുഹൃത്തുക്കൾ, പരിചയക്കാർ, പലപ്പോഴും സുഹൃത്തുക്കളുടെ ചതിക്കുഴികളിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. ബന്ധത്തിൻ്റെ പേരിൽ പല കാര്യങ്ങളും നമ്മൾ സമ്മതിച്ചു പോവുകയാണ്, ചെയ്തു പോവുകയാണ്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അത് എലിസബത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞ കാര്യങ്ങളോട് പരിപൂർണമായി വിശ്വസ്തത പുലർത്തുക, അല്ലെങ്കിൽ കർത്താവ് നിയോഗിക്കുന്നവരുടെ വാക്കുകൾ മാത്രം കേൾക്കുക. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരുടെ വാക്കുകൾക്ക് കാതോർക്കണം എന്ന് പറയുന്നത്. നാലാമത്, ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകിയ വലിയൊരു സമ്മാനമായ പരിശുദ്ധ അമ്മയെ എങ്ങനെ സ്വന്തമായി സ്വീകരിക്കുന്നു എന്നതാണ്. ജപമാലയുടെ ശക്തമായ സംരക്ഷണ വലയം തീർത്ത് സുരക്ഷിതമായി യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വ സ്വതന്ത്രരായി മുമ്പോട്ട് പോകാം. നമ്മുടെയും നമ്മുടെ നാടിൻ്റെയും ആത്മീയ സ്വാതന്ത്ര്യത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം. സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയും നല്ല ബന്ധങ്ങളും സമാധാനവും നിറഞ്ഞ ഒരു മാതൃരാജ്യമായി ഭാരതത്തെ രൂപപ്പെടുത്തുവാൻ നമ്മെല്ലാവരെയും ഭാരതരാജ്ഞി സഹായിക്കട്ടെ. നമുക്കുവേണ്ടി പ്രാർത്ഥിക്കട്ടെ.